ഹലോ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വളരെ കുറവാണ് കേട്ടോ. കാരണം നോർമലി ഞാൻ വോയിസ് ഓവർ കൊടുക്കാറാണ്, അതും ഭയങ്കര രസത്തിലൊന്നല്ല കൊടുക്കാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഈ വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇന്ന് മൂകാംബികയിൽ പോവുകയാണ്. ഒരു ഷൂട്ടിൻ്റെ പർപ്പസിനാണ്. എൻ്റെ അനിയൻ ടൂട്ടൂനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ടിറ്റുവിനും ടിൻറ്റുവിനും ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അവരുടെ മൂത്തൊരാൾ കൂടെ ഉണ്ട്, ടുട്ടു. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ട്രെയിനിൽ പോവും, ഇന്ന് പോവും, നാളെയാണ് ഷൂട്ട്, മറ്റന്നാൾ റിട്ടേൺ അടിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു വീഡിയോ ഇങ്ങനെ തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം വഴിയെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ടുട്ടുവിനെ വെയിറ്റ് ചെയ്യാണ്. ടിറ്റു നമ്മളെ ഇവിടെ വെയിറ്റുമ്മൽ വരെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ്. പിന്നെ അവിടെ നമ്മൾ ബസ്സിന് പോയി പിന്നെ ട്രെയിനിന് പോകും. 1:45 ട്രെയിനിനാണ് പോകുന്നത്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. കാരണം ഭയങ്കര വെയിലാണല്ലോ ഈ ഒരു ടൈമിൽ. സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, വേറെ മേക്കപ്പ്സ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്തായാലും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കൺമിഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാളെ അവർക്കത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. സോ അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക്. അങ്ങനെ ഞാൻ അധികം ട്രാവൽ ചെയ്യാറില്ല. നമ്മൾ ഈ കോഴിക്കോട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ ആ ഭാഗത്തേക്ക്, ട്രിവാൻഡ്രം സൈഡിലേക്കാണല്ലോ അധികവും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ എനിക്ക് ഈ കാസർഗോഡ് മംഗലാപുരം സൈഡിലെ കാഴ്ചകളൊക്കെ ഒരു പുതുമ നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സമയം പുറത്ത് തന്നെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമൊക്കെ ഹോട്ട്സ്റ്റാറിൽ കണ്ട് അങ്ങനെയൊക്കെ ഇരുന്നു. എല്ലാം കൂടെ അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ മംഗലാപുരം എത്തിയപ്പോൾ കുറേ സമാധാനമായി, കുറച്ച് ദൂരം ഇങ്ങനെ എത്തിയല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ മൂകാംബികയിലേക്കുള്ള ബസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ദോശയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ തൊട്ടടുത്ത് പോയി ദോശയും കാപ്പിയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു മൂകാംബിക ബസ് പോയി. ലാസ്റ്റ് ബസ്സായിരുന്നു അത്രേ, അത് 6 മണി വരെ അവിടെ ബസ് ഉണ്ടാവുള്ളൂ പോലും. പിന്നെ അവർ പറഞ്ഞു ഉടുപ്പിയിൽ പോയാലും മൂകാംബികയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഉടുപ്പിയിലെത്തിയപ്പോൾ കാണാം ഉടുപ്പിയിൽ നിന്ന് മൂകാംബികയിലേക്ക് ഇനി ബസ്സില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ സീരിയലിൻ്റെ ടീം തന്നെ ഞങ്ങൾ ഉടുപ്പിയിൽ പിക്ക് ചെയ്യാൻ വന്നു. അവർ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു, നേരത്തെ വരുമായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴത്തേക്ക് അവർ വരേണ്ട ടൈമും ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഉടുപ്പി ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നു. നേരത്തെ ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത് ഈ ഒരു കാന്താരിയാണ് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത്. അടിപൊളിയായിരുന്നു, വേഗം കമ്പനിയായി. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം സൂര്യ ടി വിയിൽ ശ്രീമുകാംബിക എന്ന് പറഞ്ഞിട്ട് ആ സീരിയൽ ഉടനെ സംപ്രേഷണം ചെയ്യും. ഒരു 2 എപ്പിസോഡ്സിലൊക്കെ ഉണ്ടാവായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ലല്ലോ, നമുക്ക് വർക്കിൻ്റെ കാര്യമാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഉടുപ്പിയിൽ അങ്ങോട്ടേക്ക് പോകുമ്പം ഈ ഒരു സാധനം ഞാൻ വീഡിയോ അടിപൊളിയായിട്ട് എടുത്തായിരുന്നു, പക്ഷേ വീഡിയോ വന്നില്ല മര്യാദയ്ക്ക്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഉടുപ്പിയിലെത്തുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു വയ്ക്കണം എന്ന്. പക്ഷേ എന്നാലും പ്രോപ്പർലി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മാംഗ്ലൂരേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അവിടെ ഒരു ഷോപ്പ് കയറി ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് റിട്ടേൺ അടിച്ചു.